എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ജീൻ. ജീൻ എന്ന് പറയുന്ന ജനറ്റിക് കമ്മോഡിറ്റിക്ക് കാലാകാലങ്ങളിൽ സയൻറ്റിസ്റ്റുകൾ ഏതൊക്കെ രീതിയിലാണ് ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത്, എക്സ്പ്ലനേഷൻസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ജീൻ എന്ന കോണ്ടസ്റ്റിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. വില്യം ജൊഹാൻസൺ എന്ന് പറയുന്ന ഡച്ച് ബോട്ടണിസ്റ്റ് ആണ് ജീൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ടേം ആദ്യമായിട്ട് 1909 കോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഈ പർട്ടിക്കുലർ കൺസെപ്റ്റിന്, അതിനു മുമ്പേ ഈ കൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പർട്ടിക്കുലർ ടേം കൊണ്ടുവരുന്നത് ജൊഹാൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അതിനുശേഷം പലതരത്തിലുള്ള ഡെഫിനിഷൻസും എക്സ്പ്ലനേഷനും ഒക്കെ ജീനിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫായിട്ട് അനലൈസ് ചെയ്യാം. ജീനിൻ്റെ ഡെഫിനിഷൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ആദ്യത്തേത്. എ യൂണിറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ദാറ്റ് കൺട്രോൾസ് എ സ്പെസിഫിക് ആസ്പെക്ട് ഓഫ് ദ ഫീനോടൈപ്പ്. ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജനറ്റിക് ഇൻഫർമേഷൻ്റെ ഒരു പർട്ടിക്കുലർ യൂണിറ്റിനെ നമുക്ക് ജീൻ എന്ന് വിളിക്കാം. ഇത് അതിൻ്റെ ഫങ്ഷണൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. രണ്ടാമത്തെ ഡെഫിനിഷനാണ് ഇത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഫങ്ഷണൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ജീൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ദാറ്റ് സ്പെസിഫൈസ് ദ സിന്തസിസ് ഓഫ് വൺ പോളിപെപ്റ്റൈഡ്. ജീൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ദാറ്റ് സ്പെസിഫൈസ് ദ സിന്തസിസ് ഓഫ് വൺ പോളിപെപ്റ്റൈഡ്. ഒരു പോളിപെപ്റ്റൈഡിനെ സിന്തസൈസ് ചെയ്യുന്ന ജനറ്റിക് ഇൻഫർമേഷൻ്റെ ഒരു യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ DNA ഒരു പോർഷനാണ് ജീൻ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ജീനിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ്. ജീൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ദാറ്റ് കൺട്രോൾസ് ദ സിന്തസിസ് ഓഫ് വൺ പോളിപെപ്റ്റൈഡ് ഓർ വൺ സ്ട്രക്ചറൽ RNA മോളിക്യൂൾ. ഒരു പോളിപെപ്റ്റൈഡിനെയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ RNA മോളിക്യൂളിനെയോ സ്പെസിഫൈ ചെയ്യുന്ന, ആ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ജനറ്റിക് ഇൻഫർമേഷൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആ ജീനിൻ്റെ ഫങ്ഷണൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല ഡെഫിനിഷൻസും ജീനിന് പല സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ ബയോളജിസ്റ്റുകളും അവരുടെ എക്സ്പെരിമെൻ്റൽ വർക്കിനെയും പ്രൂഫിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി നമുക്ക് നോക്കാം. എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദി ജീൻ, അതിനെ നമുക്ക് രണ്ട് കോണ്ടസ്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദി ജീൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻ, ഫങ്ഷണൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ബയോളജിസ്റ്റുകൾ ജീനിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ, സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ജീനിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ബേസ്ഡ് ഓൺ ഫങ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ജീൻ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കൺസെപ്റ്റ്, ടേം അല്ല, ആ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ജനറ്റിക്സിൻ്റെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്ന ഗ്രിഗർ മെൻഡൽ തന്നെയാണ്. അപ്പം മെൻഡൽ പ്രപ്പോസ് ചെയ്ത വൺ ജീൻ വൺ ക്യാരക്ടർ വൺ ഫീനോടൈപ്പ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ മോഡൽ, അത് ഫങ്ഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. പിന്നെ ആർച്ചിബാൾഡ് ഗരോഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത വൺ മ്യൂട്ടൻ ജീൻ വൺ മെറ്റാബോളിക് ബ്ലോക്ക് എന്ന് പറയുന്ന മോഡൽ. ദെൻ ബീഡിൽ ആൻഡ് ടോട്ടം വൺ ജീൻ വൺ എൻസൈം. ദെൻ വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് കൺസെപ്റ്റ്, ഏറ്റവും കറണ്ട് ആയിട്ടുള്ള ഫങ്ഷണൽ ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇനി സ്ട്രക്ചർ വൈസ് പറയുവാണെങ്കിൽ ബീഡ്സ് ഓൺ സ്ട്രിങ് കൺസെപ്റ്റ് ഉണ്ട്. ദെൻ കോലിനിയാരിറ്റി ബിറ്റ്വീൻ കോഡിംഗ് സീക്വൻസ് ഓഫ് എ ജീൻ ആൻഡ് ഇറ്റ്സ് പോളിപെപ്റ്റൈഡ് പ്രോഡക്റ്റ്. ഈ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ദി ജീൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻ. അപ്പോൾ 1 by 1 ആയിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ABCD ഓരോന്നിനെക്കുറിച്ചും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കും. ആദ്യത്തെ കൺസെപ്റ്റാണ് ജനറ്റിക്സിൻ്റെ ഫൗണ്ടിങ് ഫാദറായിട്ടുള്ള ഗ്രിഗർ മെൻഡൽ പ്രപ്പോസ് ചെയ്ത വൺ ജീൻ വൺ ക്യാരക്ടർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കൺസെപ്റ്റ്. By the theory of unit factors, Mendel proposed that certain factors or genes in the cell control specific phenotypic traits. അപ്പോൾ സെല്ലിനകത്ത് അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്ത് certain factors ഉണ്ട്. ആ ഫാക്ടേഴ്സ് ആണ് ഫിനോറ്റിപ്പിക് ട്രെയ്റ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ തിയറി കൊണ്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ഒരു സ്ട്രക്ചറൽ ഡെഫിനിഷനൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഫങ്ഷണൽ ആസ്പെക്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മെൻഡൽ കൺസിഡേർഡ് ജീൻ ആസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ഫങ്ഷൻ.
മെൻഡൽ പ്രപ്പോസ് ദാറ്റ് വൺ ജീൻ ഓർ ഫാക്ടർ കൺട്രോൾസ് എ പർട്ടിക്കുലർ ഫിനോടൈപ്പ്. ഈ ജീൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മെൻഡലിന്റെ കാലഘട്ടത്തിന് വളരെ ശേഷമാണ്, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് വില്യം ജോഹാൻസൺ പ്രപ്പോസ് ചെയ്യുന്നത്. മെൻഡൽ ഇതിന് ജീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ആ പർട്ടിക്കുലർ ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസിനെ ഫാക്ടേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഓരോ ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണ് മെൻഡലിന്റെ കൺസെപ്റ്റ്. മെൻഡൽ പ്രപ്പോസ് ദാറ്റ് വൺ ജീൻ ഓർ ഫാക്ടർ ഈസ് ദെയർ ഫോർ കൺട്രോളിങ് എ പർട്ടിക്കുലർ ഫിനോടൈപ്പ്. ഒരു ജീന് ഒരു ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫിനോടൈപ്പിക് ട്രെയ്റ്റ്സിന്റെ അസംബ്ലേജ് ആണ്. അപ്പോൾ ആയിരക്കണക്കിന് ഫിനോടൈപ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് 1000 ഫിനോടൈപ്പ് ഉണ്ടെങ്കിൽ 1000 ജീൻസും ഉണ്ടായിരിക്കും. ഓരോ ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഓരോ ജീൻസ്. ഇത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മോഡേൺ ജനറ്റിക്സിന്റെ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട്. അതായത് മെൻഡലിന്റെ ആ കൺസെപ്റ്റ്സ് ഒക്കെ റീഡിസ്കവർ ചെയ്ത സമയത്ത് തന്നെ മെൻഡലിയൻ ലോസിലുള്ള ഡീവിയേഷൻസ് ഒക്കെ, എക്സ്റ്റൻഷൻസ് ഓഫ് മെൻഡലിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ ബേറ്റ്സൺ, പുന്നറ്റ്, ദെൻ ഡീവ്രീസ്, ഷെർമാർക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. So we cannot generally say that one gene alone produce a specific trait. Pathways by which a gene exerts its effect on phenotype is much more complex. അപ്പോൾ ഒരു ജീൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ജീനിന്റെ കൺട്രോളിൽ മാത്രമല്ല ഒരു ഫിനോടൈപ്പ് എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസംസ് എ ഫിനോടൈപ്പിക് ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് സെവറൽ ജീൻസ് വർക്കിംഗ് ടുഗദർ. പല ജീൻസ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടായിരിക്കും ഒരു പർട്ടിക്കുലർ ഫിനോടൈപ്പ് കൺട്രോൾഡ് ആകുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ജീൻ ഇൻട്രാക്ഷൻസ് വഴിയാണ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫിനോടൈപ്സ് കൺട്രോൾഡ് ആകുന്നത്. ഓൾ ജീൻസ് ഇൻ ആൻ ഓർഗാനിസം ഡു നോട്ട് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനെ മാത്രം കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ്സ് അല്ല ജീൻസ് എന്ന് പറയുന്നത്. അലീലിക് ഇൻട്രാക്ഷൻസ്, നോൺ അലീലിക് ഇൻട്രാക്ഷൻസ്, ഇതുപോലുള്ള ജീൻ ഇൻട്രാക്ഷൻസ് വഴി പല ജീൻസ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ജീൻ തന്നെ പല ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റൻസസും ഉണ്ട്. ഇതെല്ലാം മെൻഡൽ പറഞ്ഞതിൽ നിന്ന് ഡീവിയേഷൻസ് ആണ്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് വൺ ജീൻ വൺ ക്യാരക്ടർ, വൺ ജീൻ വൺ ഫിനോടൈപ്പ് എന്ന് പറയുന്ന ആ ജീൻ്റെ ഡെഫിനിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഗാരോഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത വൺ മ്യൂട്ടൻറ്റ് ജീൻ വൺ മെറ്റാബോളിക് ബ്ലോക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്. Archibald Garrod was a scientist who had been working on several congenital metabolic diseases in humans. One of his works was about the disease alkaptonuria, which is characterized by blackening of the urine of patients upon exposure to air. Alkaptonuria എന്ന് പറയുന്ന congenital മെറ്റാബോളിക് ഡിസീസസിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ആൽക്കപ്റ്റോൺ യൂറിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്, ഈ അസുഖമുള്ള ഇൻഡിവിജ്വൽസിൻ്റെ യൂറിൻ അപ്പോൾ എക്സ്പോഷർ ടു എയർ അത് ബ്ലാക്ക് കളറേഷൻ എക്സിബിറ്റ് ചെയ്യും. ദിസ് ബ്ലാക്കനിങ് ഈസ് ഡ്യൂ ടു ദ അക്യൂമുലേഷൻ ഓഫ് ആൽക്കപ്റ്റോൺ ഓർ ഹോമോജെൻഡസിക് ആസിഡ് ഇൻ ദ ബോഡി ഓഫ് ദ പേഷ്യൻസ്. ഇപ്പോൾ സഫർ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൻ്റെ ശരീരത്തിൽ ആൽക്കപ്റ്റോൺ അല്ലെങ്കിൽ ഹോമോജെൻഡസിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ബ്ലാക്ക് യൂറിൻ ഉണ്ടാകുന്നത്. ദ ആൽക്കപ്റ്റോൺ ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ഇൻ ദ ഡിഗ്രഡേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ടൈറോസിൻ ആൻഡ് ഫിനൈലലാനിൻ. ടൈറോസിൻ്റെയും ഫിനൈലലാനിൻ്റെയും, അതായത് ഈ രണ്ട് അമിനോ ആസിഡിൻ്റെയും മെറ്റാബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ് ഹോമോജെൻഡസിക് ആസിഡ് അല്ലെങ്കിൽ ആൽക്കപ്റ്റോൺ എന്ന് പറയുന്നത്. അതായത് ടൈറോസിൻ്റെയും ഫിനൈലലാനിൻ്റെയും മെറ്റാബോളിസം പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൽ ഈ ആൽക്കപ്റ്റോൺ അക്യുമുലേറ്റ് ചെയ്യുന്നത്. Garrod believed that the occurrence of alkaptone in urine is due to the block in the normal pathway of this compound. അപ്പോൾ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഏത് പാത്വേയിലൂടെയാണോ ഉണ്ടാകുന്നത് ആ പാത്വേ കംപ്ലീറ്റ് ആകാതെ വരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു ബ്ലോക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഡിസീസ് ഉള്ള ഇൻഡിവിജ്വൽസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഗാരോഡ് മനസ്സിലാക്കി. ഇപ്പോൾ ഇതിനെ മോഡേൺ സയൻസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോഡേൺ ബയോളജിയെ ബേസ് ചെയ്തിട്ട് ഈ പർട്ടിക്കുലർ മെറ്റാബോളിക് ഡിസോർഡറിൻ്റെ ആ അബ്നോർമാലിറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫിനൈലലാനിനും ടൈറോസിനും പ്രോട്ടീൻസിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ അത് പിന്നീട്
ഹൈഡ്രോക്സി ഫീനൈൽ പൈറൂവിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. പിന്നീട് അത് ഹോമോജെൻഡസിക് ആസിഡ് ആയിട്ട് അല്ലെങ്കിൽ ആൽക്കപ്റ്റോൺ ആയിട്ട് കൺവേർട്ടഡ് ആവും. പിന്നെ നോർമൽ പാത്വേയിൽ ഈ ഹോമോജെൻഡസിക് ആസിഡ് മലൈൽ അസറ്റോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആയിട്ട് മാറും. മലൈൽ അസറ്റോ അസറ്റിക് ആസിഡ് പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ട് കംപ്ലീറ്റ് ഡീഗ്രേഡ് ചെയ്ത് പോകും. ആൽക്കപ്റ്റോൺ യൂറിയ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഹോമോജെൻഡസിക് ആസിഡ് അക്കുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥയുള്ള ഇൻഡിവിജ്വൽസിൽ അവരിൽ ഈ പാത്വേയിൽ ഹൈഡ്രോക്സി ഫീനൈൽ പൈറൂവിക് ആസിഡ് ഹോമോജെൻഡസിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ സ്റ്റേജ് കൊണ്ട് പാത്വേ നിൽക്കും. അത് കഴിഞ്ഞ് മലൈൽ അസറ്റോ അസറ്റിക് ആസിഡ് ഹോമോജെൻഡസിക് ആസിഡിൽ നിന്ന് ഉണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായി. ഹോമോജെൻഡസിക് ആസിഡ് ശരീരത്തിൽ അക്യൂമുലേറ്റ് ചെയ്യും. ഇതിനുള്ള കാരണം നമ്മൾ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ഹോമോജെൻഡസിക് ആസിഡിനെ മലൈൽ അസറ്റോ അസറ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഹോമോജെൻഡസിക് ആസിഡ് ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. By the study of family pedigrees of patients, he found that the disease is due to a single recessive gene. അപ്പോൾ ഈ ആൽക്കപ്റ്റോൺ യൂറിയ ഉള്ള പല ഇൻഡിവിജ്വൽസിൻ്റെയും അവരടങ്ങുന്ന ഫാമിലീസിൻ്റെ പെഡിഗ്രീസ് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗരോഡ് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ പർട്ടിക്കുലർ ഡിസീസ് ഉണ്ടാകാനുള്ള കാരണം ഒരു ഓട്ടോസോമൽ റെസസീവ് മ്യൂട്ടേഷനാണ്. ഓട്ടോസോമൽ കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഒരു റെസസീവ് മ്യൂട്ടേഷൻ കൊണ്ടാണ് ഈ ഹോമോജെൻഡസിക് ആസിഡ് ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ഈ ഡിസീസ് ഉള്ള ഇൻഡിവിജ്വൽസിൽ കാണും. അതായത് സ്മോൾ എ എന്ന് പറയുന്ന ആ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ഉള്ളത് കൊണ്ട് അവയിൽ ആ ഇൻഡിവിജ്വൽസിൽ ഹോമോജെൻഡസിക് ആസിഡ് ഓക്സിഡേസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ എൻസൈം പ്രോപ്പറായിട്ട് ഉണ്ടാകത്തില്ല. അതിൻ്റെ ഫലമായിട്ട് ഹോമോജെൻഡസിക് ആസിഡ് മലൈൽ അസറ്റോ അസറ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടത്തില്ല. അതിൻ്റെ അർത്ഥം ഹോമോജെൻഡസിക് ആസിഡ് അവിടെ അക്യൂമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ റെസസീവ് മ്യൂട്ടേഷനാണ് അല്ലെങ്കിൽ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനാണ് ഈ പർട്ടിക്കുലർ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഗരോഡിന് മനസ്സിലായി. പിന്നെ ഈ ഹോമോജെൻഡസിക് ആസിഡ് ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനിലാണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസിലേക്കൊന്നും അദ്ദേഹം പോയില്ല. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അതിനുള്ള ടെക്നോളജി ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കി ഒരു ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷനാണ്, ഓട്ടോസോമൽ റെസസീവ് കണ്ടീഷനാണ് ഈ ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണം ഈ റെസസീവ് മ്യൂട്ടേഷൻ തന്നെയാണ്. ഫ്രം ഹിസ് ഫൈൻഡിങ്സ് ഹി കൺക്ലൂഡഡ് ദാറ്റ് ജീൻസ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ വേരിയസ് മെറ്റാബോളിക് പാത്വേസ് ഇൻ ഓർഗാനിസം. അപ്പോൾ മെറ്റാബോളിക് പാത്വേസ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ആ ജീൻസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണം. ജീൻസിൻ്റെ മേജറായിട്ടുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ശരീരത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള മെറ്റാബോളിക് പാത്വേസിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. Mutations in genes will cause block in metabolism. That is, one mutant gene will produce one metabolic block. അതായത് ഈ ആൽക്കപ്റ്റോൺ യൂറിയയിൽ ഉണ്ടായതുപോലെ തന്നെ, അതായത് മ്യൂട്ടേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫിനൈൽ അലാനിൻ്റെയും ടൈറോസിൻ്റെയും മെറ്റാബോളിസത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകും. ഒരു മ്യൂട്ടൻ ജീൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെറ്റാബോളിക് ബ്ലോക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ, ജീൻസിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് മെറ്റാബോളിക് പാത്വേസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് കൺട്രോൾഡ് ആകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ജീൻസിനകത്ത് മ്യൂട്ടേഷൻസ് ഉണ്ടെങ്കിൽ മെറ്റാബോളിക് ബ്ലോക്സ് ഉണ്ടാകും. ഈ ആൽക്കപ്റ്റോൺ യൂറിയ എന്ന് പറയുന്ന കേസിൽ ഉണ്ടായതുപോലെ തന്നെ. ഇനി അടുത്ത കൺസെപ്റ്റാണ് ബീഡിൽ ആൻഡ് ടോട്ടം പ്രപ്പോസ് ചെയ്ത വൺ ജീൻ വൺ എൻസൈം എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതായത് ജീനിൻ്റെ ഫങ്ഷൻ, ഒരു ജീനിൻ്റെ ഫങ്ഷൻ ഒരു എൻസൈമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ സയൻറ്റിസ്റ്റുകൾ കൺക്ലൂഡ് ചെയ്ത കൺസെപ്റ്റ്. അതെങ്ങനെയാണ് അവർ കൺക്ലൂഡ് ചെയ്തത്, അത് ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത് എന്നൊക്കെ ഉള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. ഈ 1930 ബീഡിൽ ആൻഡ് ടോട്ടം വെയർ വർക്കിംഗ് ഓൺ ദ ഐ കളർ മ്യൂട്ടൻസ് ഓഫ് ഡ്രോസോഫില. അപ്പോൾ ഡ്രോസോഫിലയെ ടെസ്റ്റ് ഓർഗാനിസമായിട്ട് വെച്ചുകൊണ്ട് അവർ ഇതിൻ്റെ ഐ കളർ മ്യൂട്ടേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡ്രോസോഫില എന്ന് പറയുന്നത് ജനറ്റിക്സിൽ വളരെയധികം എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഓർഗാനിസമാണ്. ഇതിൻ്റെ ഐ കളറിൽ തന്നെ പലതരത്തിലുള്ള വേരിയേഷൻസ് കാണാൻ സാധിക്കും. അതിൻ്റെ അണ്ടർലൈൻ ജനറ്റിക് കോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ബീഡിൽ ആൻഡ് ടോട്ടം ആ സമയത്ത് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. ജീൻസ് എൻകോഡ് പ്രോഡക്ട്സ് വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ സ്പെസിഫിക് ഐ കളർ ഇൻ
ഡ്രോസോഫില. അവസാനം അവർ മനസ്സിലാക്കിയെടുത്ത കാര്യം ജീൻസ് പലതരത്തിലുള്ള പ്രോഡക്ട്സിനെ ഉണ്ടാക്കും. ഈ പ്രോഡക്ട്സ് ആണ് സ്പെസിഫിക് ആയിട്ടുള്ള ഐ കളർ ഡ്രോസോഫിലയിൽ ഉണ്ടാക്കുന്നത്. ഐ കളർ പിഗ്മെന്റ്സ് വെർ പ്രൊഡ്യൂസ്ഡ് ബൈ എൻസൈംസ് കാറ്റലൈസ്ഡ് മെറ്റാബോളിക് പാത്വേസ്. ഐ കളർ ഉണ്ടാകണമെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പിഗ്മെന്റ് ഉണ്ടാകണം. ഈ പിഗ്മെന്റിനെ ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള എൻസൈം കാറ്റലൈസ്ഡ് മെറ്റാബോളിക് പാത്വേസ് ആണെന്നുള്ളത് ബീഡിൽ ആൻഡ് ടോട്ടത്തിന് മനസ്സിലായി. A particular eye color in Drosophila is produced by pigments which are in turn produced by the action of certain enzymes encoded by genes. അപ്പോൾ ജീൻസ് ചില എൻസൈംസിനെ ഉണ്ടാക്കും. ഈ എൻസൈംസിന്റെ ആക്ഷന്റെ ഫലമായിട്ടാണ് പിഗ്മെന്റ്സ് ഉണ്ടാകുന്നത്. ഈ പിഗ്മെന്റ്സ് ആണ് അൾട്ടിമേറ്റ് ആയിട്ട് പർട്ടിക്കുലർ ഐ കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ജീൻസ് എൻകോഡ് എൻസൈംസ് ദാറ്റ് വിൽ കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് സർട്ടൺ പിഗ്മെന്റ്സ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ corresponding eye color. ഇതാണ് അവർ കൺക്ലൂഡ് ചെയ്ത ഫാക്ടർ. ഫ്രോം ദീസ് ഫൈൻഡിങ്സ് ദേ ഗോട്ട് ദ ഐഡിയ ദാറ്റ് ജീൻസ് ആക്ച്വലി എൻകോഡ്സ് എൻസൈംസ് ഫോർ മെറ്റാബോളിക് പാത്വേസ്. അപ്പം ജീനിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്താണെന്നുള്ളത് അവർക്ക് ഈ ഡ്രോസോഫിലയുടെ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലായി എന്നുള്ളതാണ്. അതായത് ജീൻസ് എന്ന് പറയുന്നത് ദേ എൻകോഡ് എൻസൈംസ്. അവർ ആക്ച്വലി കോഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ സർട്ടൺ എൻസൈംസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ എൻസൈംസ് പലതരത്തിലുള്ള മെറ്റാബോളിക് പാത്വേസിനകത്ത് ഇൻവോൾവ് ആകുന്ന പ്രോഡക്ട്സ് ആണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ അവർ സ്റ്റഡി ചെയ്തത് ഐ കളർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഫീനോടൈപ്പിലാണ്. അപ്പോൾ ഐ കളർ ഉണ്ടാക്കുന്ന പിഗ്മെന്റ്സിനെ സിന്തസൈസ് ചെയ്യാൻ ഈ ജീൻസ് എൻകോഡ് ചെയ്യുന്ന എൻസൈംസിന് പറ്റും. അല്ലെങ്കിൽ പലതരത്തിലുള്ള മെറ്റാബോളിക് പാത്വേസ് വഴിയാണ് പിഗ്മെന്റ്സ് ഉണ്ടാകുന്നത്. ആ പാത്വേസിനെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏജൻസ് ആണ് ജീൻസ് എൻകോഡ് ചെയ്യുന്ന എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ജീൻ്റെ ഫംഗ്ഷൻ എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ ആണെന്നുള്ളത് അവർ ഹൈപ്പോത്തസൈസ്ഡ് ചെയ്തു. ഇതിനെ അവർ ടെസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു പ്രൂവ് ദിസ് ഐഡിയ ദേ എക്സ്റ്റെൻഡഡ് ദെയർ വർക്ക് ഓൺ അതർ ഓർഗാനിസംസ്. അതിനുവേണ്ടി അവർ സെലക്ട് ചെയ്ത വേറൊരു ടെസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് ന്യൂറോസ്പോറ ക്രാസ എന്ന് പറയുന്ന ഒരു ഫഞ്ചി ആയിരുന്നു. ബ്രെഡ് മോൾഡ്. സാധാരണ ബ്രെഡിലൊക്കെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ അത് എക്സ്പോസ്ഡ് ആകുമ്പോഴേക്കിന് അതിനകത്തുണ്ടാകുന്ന പൂപ്പലാണ് ബ്രെഡ് മോൾഡ് അല്ലെങ്കിൽ ന്യൂറോസ്പോറ ക്രാസ. ഇവിടെ നിങ്ങൾക്ക് ആ ന്യൂറോസ്പോറ ക്രാസ ബ്രെഡിനകത്ത് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്ന ആ സ്റ്റേജ് കാണാൻ സാധിക്കും. ന്യൂറോസ്പോറ ക്രാസയുടെ മാഗ്നിഫൈഡ് ഇമേജ് ആണ് റൈറ്റ് സൈഡിൽ ഉള്ളത്. അതൊരു ഫംഗസ് ആണ്. ഈ ന്യൂറോസ്പോറ ക്രാസയ്ക്ക് അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്ന മീഡിയത്തിനകത്ത് 3 കോമ്പോണൻസ് വേണം. എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പോണൻസ് വേണം. ഒരു ഇനോർഗാനിക് സോൾട്ട്, പിന്നെ സിമ്പിൾ ഷുഗർ, ദെൻ ഒരു വൈറ്റമിൻ. ഇനോർഗാനിക് സോൾട്ട്സ്, ഒരു സിമ്പിൾ ഷുഗർ, ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ, ഇത് 3 ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു മീഡിയത്തിന് അകത്ത് ന്യൂറോസ്പോറ ക്രാസ എന്ന് പറയുന്ന ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള മീഡിയത്തെ, അതായത് ഈ എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസ് ഉള്ള ആ മീഡിയത്തിന് പറയുന്ന പേരാണ് മിനിമൽ മീഡിയം. അപ്പോൾ ഇറ്റ് ക്യാൻ സർവൈവ് ഇൻ എ മിനിമൽ മീഡിയം. മിനിമൽ മീഡിയം ഈസ് എ മീഡിയം വിച്ച് കണ്ടെയ്ൻസ് ദ മേജർ essential components for the survival of Neurospora crassa, that are inorganic salts, then a simple sugar and a vitamin called biotin. When a normal Neurospora crassa is transferred to minimal medium, it can synthesize all other metabolites such as purines, pyrimidines, amino acids and other vitamins de novo, and thus it survives in the minimal medium. ഇത് മിനിമൽ മീഡിയത്തിൽ സർവൈവ് ചെയ്യാനുള്ള കാരണം ഈ മിനിമൽ മീഡിയത്തിനകത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള 3 കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് പല അഡീഷണൽ കമ്പോണൻസ്, അതായത് അത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്യൂരിൻസ്, പിരമിഡിൻസ്, അമിനോ ആസിഡ്സ്, പിന്നെ മറ്റുള്ള വൈറ്റമിൻസിനെ ഒക്കെ അതിന് സിന്തസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മിനിമൽ മീഡിയത്തിലുള്ള കമ്പോണൻസിനെ ഉപയോഗിച്ചിട്ട് വേറെ എസെൻഷ്യൽ ആയിട്ടുള്ള സർവൈവ് ചെയ്യാൻ അതിനെ സഹായിക്കുന്ന പല മെറ്റീരിയൽസിനെ ഇത് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ദിസ് ബയോസിന്തസിസ്, അതായത് അഡീഷണൽ പ്രോഡക്ട്സിന്റെ ബയോസിന്തസിസ്, ഇറ്റ് ഈസ് അണ്ടർ ദ ജനറ്റിക് കൺട്രോൾ. പ്യൂരിൻസ്, പിരമിഡിൻസ്, അമിനോ ആസിഡ്സ്, അതർ വൈറ്റമിൻസ് ഒക്കെ ഈ 3 എസെൻഷ്യൽ കമ്പോണൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ആ ബയോസിന്തസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അണ്ടർ ജനറ്റിക് കൺട്രോൾ.
That is, genes encode enzymes which were responsible for the biosynthesis of the vital products. That is, purines, pyrimidines, amino acids and other vitamins. അപ്പോൾ പ്യൂരിൻസും പിരമിഡിൻസും അമിനോ ആസിഡ്സും മറ്റുള്ള വൈറ്റമിൻസും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അവയെ ഉണ്ടാക്കുന്ന ജീൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസിനെ ഉണ്ടാക്കണം. ഈ എൻസൈംസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടാണ് പ്യൂരിൻസും പിരമിഡിൻസും അമിനോ ആസിഡ്സും മറ്റുള്ള വിറ്റമിൻസും ഒക്കെ ആ ബേസിക് കോമ്പോണൻസിൽ നിന്ന്, ഇനോർഗാനിക് സോൾസിൽ നിന്നും ഷുഗറിൽ നിന്നും ഒരു ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിനിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അവർ ചെയ്തത് നോർമൽ ന്യൂറോസ്പോറ ക്രാസയെ ഒരു മിനിമൽ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതിനെ ഇൻക്യുബേറ്റ് ചെയ്തപ്പോൾ ആ ഇൻക്യുബേഷൻ പീരീഡിന് ശേഷം അവർക്ക് ആ മിനിമൽ മീഡിയത്തിനകത്ത് ഗ്രോത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഗ്രോത്ത് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ മിനിമൽ മീഡിയത്തിലുള്ള 3 കോമ്പോണൻസ് പ്രിക്കേഴ്സർ ആയിട്ട് വെച്ചുകൊണ്ട് ന്യൂറോസ്പോറ ക്രാസ അഡീഷണൽ ആയിട്ട് പ്യൂരിൻസിനെയും പിരമിഡിൻസിനെയും അതർ അമിനോ ആസിഡ്സിനെയും വൈറ്റമിൻസിനെയും ഒക്കെ ഡീനിവോ സിന്തസൈസ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. If mutations occur in the genes whose products are involved in the biosynthesis of these vital metabolites, that is purine, pyrimidines, other amino acids, then other vitamins, etc., Neurospora crassa will develop additional requirements for those growth factors. അപ്പോൾ ഈ ബയോസിന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീൻസ്, പ്യൂരിൻസിനെയും പിരമിഡിൻസിനെയും അമിനോ ആസിഡ്സിനെയും അതർ വൈറ്റമിൻസിനെ ഒക്കെ സിന്തസൈസ് ചെയ്യുന്ന ജീൻസിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടാകുവാണെങ്കിൽ ആ ഗ്രോത്ത് ഫാക്ടേഴ്സും അഡീഷണൽ ആയിട്ട് നമ്മൾ ഈ മീഡിയത്തിനകത്ത് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവ സർവൈവ് ചെയ്യത്തുള്ളൂ. അവരൊരിക്കലും മിനിമൽ മീഡിയത്തിൽ ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻസ് കൊണ്ട് അവ സർവൈവ് ചെയ്യത്തില്ല. അവയ്ക്ക് ഈ പ്രിക്കേഴ്സേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ബയോസിന്തസിസ് നടക്കണമെങ്കിൽ നോർമൽ ആയിട്ടുള്ള ജീൻസ് വേണം. ആ ജീൻസ് മ്യൂട്ടേറ്റഡ് ആണെങ്കിൽ ഒരിക്കലും അഡീഷണൽ ആയിട്ടുള്ള വൈറ്റൽ മെറ്റാബോളൈറ്റ്സിൻ്റെ ബയോസിന്തസിസ് എന്ന് പറയുന്നത് ഡിസ്ട്രപ്റ്റഡ് ആയി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, അതായത് ജീൻസിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് ഈ അഡീഷണൽ ആയിട്ടുള്ള കോമ്പോണൻസിനെയും പ്യൂരിൻസിനെയും പിരമിഡിൻസിനെയും അതർ വൈറ്റമിൻസിനെയൊക്കെ സിന്തസൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നോട്ട് ടു സ്റ്റഡി ദിസ്, ബിഡിൽ ആൻഡ് ടോട്ടം ഇൻഡ്യൂസ്ഡ് mutations in genes for biosynthesis of vital products by exposing Neurospora crassa to X-ray radiations. അപ്പോൾ അവർ ചെയ്തത് ഈ ന്യൂറോസ്പോറ ക്രാസയെ മ്യൂട്ടേറ്റഡ് ആക്കി അഡീഷണൽ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബയോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ആ ജീൻസ് എക്സ്റേ എക്സ്പോസ് ചെയ്ത് മ്യൂട്ടേറ്റഡ് ആക്കി എന്നുള്ളതാണ്. എക്സ്റേ റേഡിയേഷൻ എക്സ്പോസ്ഡ് ആകുമ്പോൾ അതിനകത്ത് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ആ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോസ്പോറയെ അവർ മിനിമൽ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ദേ ട്രാൻസ്ഫേർഡ് ദ മ്യൂട്ടൻ്റ് ന്യൂറോസ്പോറ സ്ട്രെയിൻസ് ഇൻ ടു ദ മിനിമൽ മീഡിയം. ഈ മിനിമൽ മീഡിയത്തിനകത്ത് നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ കോമ്പോണൻസ് മാത്രമേ ഉള്ളൂ. ഈ എസെൻഷ്യൽ കോമ്പോണൻസ് മാത്രം ഉള്ളെങ്കിൽ അതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അത് സർവൈവ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പ്യൂരിൻസും പിരമിഡിൻസും അമിനോ ആസിഡ്സും അതർ വൈറ്റമിൻസും ഒക്കെ സിന്തസൈസ് ചെയ്യണം. അപ്പോൾ അതിനെ സിന്തസൈസ് ചെയ്യുന്ന ജീൻസിലെല്ലാം എന്തുണ്ട്? മ്യൂട്ടേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോസ്പോറയാണ് മിനിമൽ മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇൻക്യുബേഷന് ശേഷം അവർ ഗ്രോത്തിനെ അനലൈസ് ചെയ്തു. അവർക്ക് കാണാൻ സാധിച്ചത് ആ ഗ്രോത്ത് മീഡിയത്തിനകത്ത് ഒരു ഗ്രോത്തും അവർക്ക് കാണാൻ സാധിച്ചില്ല. ഗ്രോത്ത് ഒന്നും ഇല്ലായിരുന്നു. അതായത് ഈ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോസ്പോറ മിനിമൽ മീഡിയത്തിൽ സർവൈവ് ചെയ്തില്ല. The mutant varieties lack gene products for the biosynthesis of purines, pyrimidines or amino acids or other vitamins or all. അതായത് ഈ മ്യൂട്ടൻ്റ് വെറൈറ്റിക്ക് പ്യൂരിൻസിൻ്റെയും പിരമിഡിൻസിൻ്റെയും അമിനോ ആസിഡ്സിൻ്റെയും അതർ വൈറ്റമിൻസിൻ്റെയൊക്കെ സിന്തസിസ് നടത്താൻ കേപ്പബിലിറ്റി ഇല്ല. അതിനുള്ള ജീൻ പ്രോഡക്ട്സ് അവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ മിനിമൽ മീഡിയത്തിനകത്ത് ഗ്രോത്ത് അവർക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല മിനിമൽ മീഡിയത്തിൽ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. അപ്പോൾ ബയോസിന്തസിസിനെ ഗൈഡ് ചെയ്യുന്നത് ജീൻസ് എൻകോഡ് ചെയ്യുന്ന സർട്ടൻ പ്രോഡക്ട്സ് ആണ്. ആ പ്രോഡക്ട്സിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടാണ് ഈ അഡീഷണൽ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ സിന്തസിസ് ഈ ഓർഗാനിസം ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് ഏകദേശം മനസ്സിലായി.
ഇതിനെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് then they mutant varieties were transferred to a complete medium. അതായത് അവർ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തത് ഈ മ്യൂട്ടൻറ്റ് വെറൈറ്റീസിനെ ഒരു കംപ്ലീറ്റ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് കംപ്ലീറ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ ഗ്രോത്ത് ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. അതായത് എസെൻഷ്യൽ ആയിട്ടുള്ള 3 പ്രിക്കേഴ്സർ കൂടാതെ തന്നെ പ്യൂരീൻസ് ഉണ്ട്, പിരമിഡീൻസ് ഉണ്ട്, പിന്നെ അതർ അമിനോ ആസിഡ്സ് ഉണ്ട്, ദെൻ അതർ വൈറ്റമിൻസ് എല്ലാം ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം, സിന്തസൈസ് ചെയ്യേണ്ട ആവശ്യം ഈ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോസ്പോറയ്ക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ന്യൂറോസ്പോറയെ ഒരു കംപ്ലീറ്റ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്തു, ഗ്രോത്തിനെ അസസ് അനലൈസ് ചെയ്തു. അവർക്ക് കാണാൻ സാധിച്ചത് ആഫ്റ്റർ ഇൻക്യുബേഷൻ ദർ ഈസ് ഗ്രോത്ത് എന്നുള്ളതാണ്. അതായത് അവിടെ ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ന്യൂറോസ്പോറ ക്ലാസ ഈവൻ മ്യൂട്ടൻ ആയിരുന്നെന്ന് പറഞ്ഞാൽ പോലും അവ സർവൈവ് ചെയ്തു. അതിനുള്ള കാരണം ഇവരിൽ ബയോസിന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീൻസിൽ മ്യൂട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇവർ എക്സിസ്റ്റ് ചെയ്യുന്ന മീഡിയം കംപ്ലീറ്റ് മീഡിയമാണ്. അവയ്ക്ക് ഒന്നും അഡീഷണൽ ആയിട്ട് സിന്തസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ആ മീഡിയം പ്രൊവൈഡ് ചെയ്യും. അതിനെ ജസ്റ്റ് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ അസിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആഫ്റ്റർ ഇൻക്യുബേഷൻ ഗ്രോത്ത് ഈ കംപ്ലീറ്റ് മീഡിയത്തിനകത്ത് കാണാൻ സാധിച്ചു. Beadle and Totten found that if a mutant which had mutation for the synthesis of vitamin cannot survive in a complete medium lacking vitamins but possessing all other growth factors. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ വൈറ്റമിൻ്റെ സിന്തസിസ് അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസിൽ മാത്രം മ്യൂട്ടേഷനുള്ള ഒരു ന്യൂറോസ്പോറ ക്രാസ വെറൈറ്റിയെ ഉണ്ടാക്കി, എന്നിട്ട് അതിനെ ഒരു കംപ്ലീറ്റ് മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ കംപ്ലീറ്റ് മീഡിയത്തിനകത്ത് വൈറ്റമിൻ മാത്രം അവർ പ്രൊവൈഡ് ചെയ്തില്ല, ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും ആ മീഡിയത്തിനകത്ത് ഉണ്ടായിരുന്നു. This is due to the fact that this mutant variety cannot synthesize its own vitamin as its mutated gene do not encode the enzyme for the vitamin synthesis. അപ്പോൾ അങ്ങനെ നടത്തിയ ആ എക്സ്പെരിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ട്രയലിൻ്റെ ഒരു സ്കീമാറ്റിക് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മ്യൂട്ടൻറ്റ് ന്യൂറോസ്പോറ വിത്തൗട്ട് ദ എൻസൈം ഫോർ വൈറ്റമിൻ സിന്തസിസ്. അപ്പോൾ ഇവിടെ വൈറ്റമിൻ സിന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീന് മ്യൂട്ടേറ്റഡ് ആക്കി. അപ്പോൾ ആ വൈറ്റമിൻ സിന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻസൈം ഇവിടെ മ്യൂട്ടേറ്റഡ് ജീനിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഇവിടെ കംപ്ലീറ്റ് മീഡിയം കൊടുത്തു വിത്തൗട്ട് വൈറ്റമിൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ന്യൂട്രിയൻസും ഇല്ല, വൈറ്റമിൻസ് ഇവിടെ ലാക്കിംഗ് ആണ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇൻക്യുബേഷന് ശേഷം കാണാൻ സാധിച്ചത് ഗ്രോത്ത് ഒന്നും ഇല്ല. ആ മ്യൂട്ടൻ സ്ട്രെയിനകത്ത് ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഇവിടെ വൈറ്റമിനും കൂടെ പ്രൊവൈഡ് ചെയ്യുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് സർവൈവ് ചെയ്തേനെ. ഇതിൽ നിന്ന് അവർ കൺക്ലൂഡ് ചെയ്ത കാര്യം, from these experiments Beadle and Totten concluded that one gene is responsible for the production of one enzyme. ഒരു ജീന് ഒരു എൻസൈമിൻ്റെ പ്രൊഡക്ഷന് കാരണമാകും. അപ്പോൾ ജീനിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻസൈം പ്രൊഡക്ഷൻ ആണെന്നുള്ളത് അവർ ഇതിൽ നിന്ന് മനസ്സിലാക്കി. This enzyme affects a trait by participating in metabolic pathways for the synthesis of certain products for the expression of the trait. നെക്സ്റ്റ് മോഡലാണ് 1 ജീൻ 1 പോളിപെപ്റ്റൈഡ്. എൻസൈംസ് അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഇതെല്ലാം ഹെട്രോ മൾട്ടിമെറിക് ആണ്. മോസ്റ്റ് ഓഫ് ദ എൻസൈംസ് ആർ പ്രോട്ടീൻസ്, അല്ലെങ്കിൽ എൻസൈംസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. ദെൻ പ്രോട്ടീൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ, പ്രോട്ടീൻസും എൻസൈംസും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവയുടെ സ്ട്രക്ചർ വൈസ് നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ ദേ ആർ ഹെട്രോ മൾട്ടിമെറിക്. ഹെട്രോ മൾട്ടിമെറിക് മീൻസ് വൺ എൻസൈം ഓർ പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് പോളിപെപ്റ്റൈഡ് ജീൻസ്. ഒരു എൻസൈം അല്ലെങ്കിൽ ഒരു പ്രോട്ടീനകത്ത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന നമ്മുടെ റെസ്പിറേറ്ററി പിഗ്മെൻറ്റിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീം ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെയും ഒരു കോഞ്ചുഗേഷനാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു ക്ലബിങ്ങിൻ്റെ ഫലമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ഇവിടെ ഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീന് 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് ഉള്ളത്, ആൽഫ ചെയിൻ ആൻഡ് ബീറ്റ ചെയിൻ. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനുമാണ് ഒരു ഗ്ലോബിൻ മോളിക്യൂളിനകത്ത് അല്ലെങ്കിൽ ഗ്ലോബിൻ എന്ന് പറയുന്ന ആ പ്രോട്ടീനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കൺസെപ്റ്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഹീമോഗ്ലോബിനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്.
proteins usually contains different polypeptide chains. In the case of hemoglobin, the globin part contains 2 alpha chains and 2 beta chains. Each polypeptide chain is the result of the actions of separate genes. Separate ജീൻസിന്റെ ആക്ഷന്റെ ഫലമായിട്ടാണ് ഓരോ പോളിപെപ്റ്റൈഡ് ചെയിനും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ HPA ജീൻ എന്ന് പറയുന്ന ഒരു ജീനിന്റെ ആക്ഷന്റെ ഫലമായിട്ടാണ് ഹീമോഗ്ലോബിനുള്ള ആൽഫ ചെയിൻ ഉണ്ടായിരിക്കുന്നത്. ദെൻ HBB ജീൻ എന്ന് പറയുന്ന ആ ജീനിന്റെ ആക്ഷന്റെ ഫലമായിട്ടാണ് ബീറ്റ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായിരിക്കുന്നത്. HPA or HB alpha gene for alpha polypeptide chain, then HB beta gene for or HBB gene for beta polypeptide chain. So in other words, we cannot simply say that one gene encodes one enzyme as stated by Beadle and Totem, because genes only encode different polypeptide chains of an enzyme. അപ്പോൾ ബീഡിൽ ആൻഡ് ടോട്ടം പറയുന്നത് ഒരു ജീൻ ഒരു എൻസൈമിനെ കോഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു എൻസൈം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പോളിപെപ്റ്റൈഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ്സിനെ ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ജീൻസ് ആയിരിക്കും. ഒരു പ്രോട്ടീനകത്ത് അല്ലെങ്കിൽ ഒരു എൻസൈമിനകത്ത് 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടെങ്കിൽ ആ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസിനെയും ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള 2 ജീൻസ് ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ബീഡിൽ ആൻഡ് ടോട്ടം പറഞ്ഞതുപോലെ വൺ ജീൻ ഒരു ആസ് എ ഹോൾ ഒരു എൻസൈമിനെ മൊത്തമായിട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ഒരു എൻസൈമിൻ്റെ ഭാഗമായിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിനെയാണ് ഒരു ജീന് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ജീൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ദിസ് മീൻസ് ദാറ്റ് എ ജീൻ എൻകോഡ് എ പോളിപെപ്റ്റൈഡ് ചെയിൻ വിച്ച് ക്യാൻ ബി ദ പാർട്ട് ഓഫ് ആൻ എൻസൈം ഓർ എ പ്രോട്ടീൻ. അപ്പോൾ ജീന് ജനറലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഒരു എൻസൈം അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ്റെ ഭാഗമായിട്ട് വരാം. ഇത്രയൊക്കെയാണ് എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ജീൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻ. ഇനി നമുക്ക് ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്, എവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ദ ജീൻ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. അത് അടുത്ത പാർട്ടായിട്ട് വരും. ഇത്രയും ലെങ്തി ആയിരിക്കത്തില്ല. ഇത് കുറച്ച് ലെങ്തി ആണ് എന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം.